Hi, welcome to Analysis by NAD. Today we will discuss about the topic Lifespan Psychology, Block 1, Chapter 1, second part video. So let's start. Lifespan Perspectives. കഴിഞ്ഞ വീഡിയോയിൽ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഗോൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ചേഞ്ചസിനെ കുറിച്ചും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Lifespan refers to the ongoing process that we go through while growing up. നമ്മൾ വളരുന്നതിനോടൊപ്പം തന്നെയുള്ള നമ്മുടെ പ്രോസസ്സുകൾ ഓൺഗോയിങ് പ്രോസസ്സുകളാണ് നമ്മൾ ലൈഫ് സ്പാനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ടൈം ഫ്രം കൺസെപ്ഷൻ എക്സ്റ്റെൻഡിങ് ടു ഡെത്ത്. ഇതൊരു പീരീഡ് ഓഫ് ടൈമാണ് നമ്മുടെ ഡെത്ത് വരെയുള്ള സമയപരിധിയുടെ. സോ സ്റ്റഡിയിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹെൽപ്സ് ഇൻ ഡിസ്ക്രൈബിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ മിസ്റ്ററീസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മിസ്റ്ററീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പഠനം എന്ന് പറയുന്നത്. സോ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഇഷ്യൂസ് such as the extent to which development occurs through the gradual accumulation of knowledge versus stage-like development. Lifespan development include ചെയ്യുന്നുണ്ട് issues such as extent ചെയ്യുന്ന which development occurs through the gradual accumulation of knowledge versus stages-like development, or the extent to which children are born with innate mental structures versus learning through experiences. അതായത് നമ്മൾ മെൻ്റൽ സ്ട്രക്ചേഴ്സ് കുട്ടികൾ പഠിക്കുന്ന മെൻ്റൽ സ്ട്രക്ചേഴ്സും അതുപോലെ കുട്ടികളുടെ മെൻ്റൽ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസും തമ്മിലുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ നോളജ് അക്യുമുലേഷനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റിയിട്ടും അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിനെ ക്രോസ് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. സോ മെനി റിസർച്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റ്. ഒരുപാട് റിസർച്ചേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അതുപോലെ ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സും അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതിനകത്ത് ഏതൊക്കെ രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിനകത്തും അതുപോലെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ റിസർച്ചേഴ്സ് വളരെയധികം പഠനം നടത്തുന്നുണ്ട്. സോ the scientific study of development is important not only to psychology. ഇത് സൈക്കോളജിക്ക് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ബട്ട് ആൾസോ ടു സോഷ്യോളജി. സോഷ്യോളജിയിലും എഡ്യൂക്കേഷൻ ലെവലിലും അതുപോലെ ഹെൽത്ത് കെയറിലും ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബൈ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ആൻഡ് വൈ പീപ്പിൾ ചേഞ്ച് ആൻഡ് ഗ്രോ, എങ്ങനെയാണ് മനുഷ്യൻ ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ വളരുന്നത്, വൺ ക്യാൻ ദെൻ അപ്ലൈ ദിസ് നോളജ് ടു ഹെൽപ്പിംഗ് പീപ്പിൾ ലിവ് അപ്പ് ടു ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. സോ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ pattern of change that begins at conception and continues through the life cycle. So the lifespan development is defined as the patterns of change. Patterns of change നെ കുറിച്ചാണ്. That begins at conception and continues through the life cycle. ലൈഫ് സൈക്കിളിനകത്ത് ത്രൂ ഔട്ട് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്, ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. സോ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് ക്യാൻ ആൾസോ ബി ഡിഫൈൻഡ് ആസ് എ മെത്തഡിക്കൽ ഇൻട്രാ ഇൻഡിവിജ്വൽ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് പ്രോഗ്രഷൻ കറസ്പോണ്ടിങ് ടു ഏജ്, ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ഇൻ എ മാനർ implicating the level of functioning. ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മെത്തഡിക്കലായിട്ട് ഇൻട്രാ ഇൻഡിവിജ്വൽ ചേഞ്ച്. ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലും മറ്റൊരു ഇൻഡിവിജ്വലും തമ്മിലുള്ള കണക്ഷൻസ്. സോ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് പ്രോഗ്രഷൻ കറസ്പോണ്ടിങ് ടു ഏജ്, ഏജിനനുസരിച്ച് എത്രത്തോളം പ്രോഗ്രഷൻ വരുന്നുണ്ട് എന്നതിനെക്കുറിച്ചും അതുപോലെ ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രഷൻ ഇൻ എ മാനർ ഇംപ്ലിക്കേറ്റിംഗ് ദ ലെവൽ ഓഫ് ഫംഗ്ഷനിങ്. നമ്മുടെ ലെവൽ ഓഫ് ഫംഗ്ഷനിങ്ങിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. സോ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് സൈക്കോളജി ഈസ് ദ ഫീൽഡ് ഓഫ് സൈക്കോളജി which involves the examination of both constancy and change in human behavior across the entire lifespan, that is from a conception to death. ബാൽറ്റസ് 1987 പറഞ്ഞതാണ്. സോ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിലുള്ള ഒരു ഫീൽഡാണ്. സൈക്കോളജി അത് ഇൻവോൾവ് ചെയ്യുന്നത് എക്സാമിനേഷൻ ഓഫ് ബോത്ത് കോൺസ്റ്റൻസിയും അതുപോലെ ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയറും അക്രോസ് ദ എൻറ്റയർ ലൈഫ് സ്പാൻ. എൻറ്റയർ ലൈഫ് സ്പാനകത്ത് മനുഷ്യരുടെ ബിഹേവിയർ ഓരോ സമയത്തിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്, അതിൻ്റെ ചേഞ്ച് ആവുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പഠനം നടത്തുന്നത്. So development occurs in a different domains such as the biological changes in our physical being. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ള ചേഞ്ചസ് ആണ് ബയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ സോഷ്യൽ ചേഞ്ചസ് ഇൻ അവർ സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മുടെ സോഷ്യലിയുള്ള ഇൻറ്ററാക്ഷൻസ്, സോഷ്യൽ റിലേഷൻഷിപ്സ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചേഞ്ചസ്, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ സോഷ്യൽ ചേഞ്ചസ്. സോ ഇമോഷണൽ ചേഞ്ചസ് ഇൻ അവർ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പീരിയൻസസ്, നമ്മുടെ ഓരോ ഇമോഷണൽ സ്റ്റേജും ഓരോ ഏജിനനുസരിച്ചും മാറ്റങ്ങൾക്ക് വിധേയമാക്കാറുണ്ട്. സോ ചേഞ്ചസ് ഇൻ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എക്സ്പീരിയൻസസ് ആൻഡ് കോഗ്നിറ്റീവിലുള്ള ഡെവലപ്മെൻറ്റ്. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ അവർ തോട്ട് പ്രോഗ്രസ്. സോ അതിനകത്ത് വരുന്ന പ്രോഗ്രസ്സിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. സം ഡെവലപ്മെൻറ്റൽ സൈക്കോളജിസ്റ്റ് പ്രിഫേഴ്സ് ടു റെസ്ട്രിക്ട് ദ നോഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്
only to changes which lead to qualitative reorganization in the structure of a behavior, skill or ability. അത് ക്രെയിൻ 2000 പറഞ്ഞതാണ്. ചില ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ സ്ട്രക്ചറും അതുപോലെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ ക്വാളിറ്റേറ്റീവ് റീഓർഗനൈസേഷൻ മാത്രമാണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ചില ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത്. സോ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ്, അതൊരു പ്രോസസ് ആണ് ഇൻ വിച്ച് ദ പ്രോഗ്രഷൻ ഇനീഷ്യേറ്റ്സ് വിത്ത് ദ എമർജൻസ് ഓഫ് എ ഫീറ്റസ് ഫ്രം വൺ സെൽഡ് ഓർഗാനിസം. അത് ഒരു സെല്ലിൽ നിന്നും മൾട്ടി സെൽഡ് ആയിട്ട്, ടിഷ്യൂസ് ആയിട്ട്, പിന്നെ ഓർഗൻസ് ആയിട്ട്, പിന്നെ ഓർഗാനിക് സിസ്റ്റം ആയിട്ട് മാറുന്ന ആ ഒരു ഫങ്ഷനാണ്. അതായത് നമ്മളൊരു കുട്ടി ജനിക്കുന്നത് ബീജത്തിൽ നിന്നാണ്. സോ ആ ഒരു ടൈം മുതൽ അവരുടെ ഡെത്ത് വരെയുള്ള ആ ഒരു പ്രോഗ്രഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദ പീരീഡ് ഓഫ് ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ആസ് ദ അൺബോൺ ചൈൽഡ്, ഒരു അൺബോൺ ചൈൽഡ് എൻ്റർ ചെയ്യാണ് ഈ ഒരു വേൾഡിലേക്ക്. ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ചൈൽഡ് എക്സിസ്റ്റ് ബിഗിൻസ് ടു ഇൻഫ്ലുവൻസ് ദ ചൈൽഡ് ഡെവലപ്മെന്റ്. ആ ഒരു ചൈൽഡ് ഡെവലപ്മെന്റിന് അതിനകത്ത് എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ചൈൽഡിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിനകത്ത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സോ ദ ഡെവലപ്മെന്റൽ പീരീഡ്സ് ആർ ചൈൽഡ് ആൻഡ് അഡോളസൻസ്, early adulthood, middle adulthood and late adulthood. The transition in each of the developmental periods involves a necessary change in the character of the individual's life and something this take up to 6 years to complete the change. So the transition deals with the common developmental stages that human beings pass through: birth, infancy, adolescent, adulthood, old age and death. സോ ഈ ഡെവലപ്മെന്റൽ പീരീഡ്സ് എന്ന് പറയുന്നത് ചൈൽഡും അതുപോലെ തന്നെ ചൈൽഡ് ഒരു അഡോളസെൻ്റ് ആയിട്ട് മാറുന്നതാണ്. അതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഏർലി അഡൾട്ട്ഹുഡ് ഉണ്ട്, മിഡിൽ അഡൾട്ട്ഹുഡ് ഉണ്ട്, പിന്നെ ലേറ്റ് അഡൾട്ട്ഹുഡ് ഉണ്ട്. ഈ ഓരോ ട്രാൻസിഷനും, ഓരോ ഡെവലപ്മെന്റ് പീരീഡിലുള്ള ഈ ഓരോ ട്രാൻസിഷനും ഇൻവോൾവ് ചെയ്യുന്നത് ഓരോ ചേഞ്ചസ് ആണ്, ക്യാരക്ടറും അതുപോലെ അവരുടെ ഇൻഡിവിജ്വൽ ലൈഫും. സംടൈംസ് ഇത് ടേക്സ് അപ്പ് 6 years ടു കംപ്ലീറ്റ് ദിസ് ചേഞ്ച്. 6 വർഷമെങ്കിലും എടുക്കും ഈ ഒരു ചേഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ ഒരു ട്രാൻസിഷൻ ഡീൽ ചെയ്യുന്നത് കോമൺ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് പാസ് ത്രൂ: ബർത്ത് ടു ഇൻഫാൻസി, അഡോളസെന്റ്, അഡൾട്ട്ഹുഡ്, ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇനി നമുക്ക് ഫസ്റ്റിൽ എന്താണ് പറയുന്നത് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. Human development is a multidisciplinary study of how people change and how they remain the same over time. It reflects the complexity and uniqueness of each person and their experiences as well as commonalities and patterns across people. There are 4 interactive forces that combine to shape human development, and these are given below. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡിയാണ്. എങ്ങനെയാണ് പീപ്പിൾ ചേഞ്ച് ആവുന്നത്, എങ്ങനെയാണ് ഓരോ സമയത്തിനനുസരിച്ചും അതുപോലെ തന്നെ നിലനിൽക്കുന്നത്, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കോംപ്ലക്സിറ്റി, അതുപോലെ യുണീക്നെസ് ഓഫ് ഈച്ച് പേഴ്സൺ ആൻഡ് ദിയർ എക്സ്പീരിയൻസസ് ആസ് വെൽ ആസ് കോമണാലിറ്റീസ് ആൻഡ് പാറ്റേൺസ് അക്രോസ് പീപ്പിൾ. അതായത് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലും യുണീക്ക് ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസസും അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളും ഓരോ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ദർ ആർ 4 interactive forces, 4 interactive ഫോഴ്സസ് ആണുള്ളത് ദാറ്റ് കമ്പയർ ടു ഷേപ്പ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി 4 ഇൻറ്ററാക്റ്റീവ് ഫോഴ്സസ് ആണുള്ളത്. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഒരു 4 ഇൻറ്ററാക്റ്റീവ് ഫോഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന 4 ഇൻറ്ററാക്റ്റീവ് ഫോഴ്സസ് ആണ്. ഒന്നാമത്തതാണ് ബയോളജിക്കൽ ഫോഴ്സസ്. ബയോളജിക്കൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ഓൾ ജനറ്റിക് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. ദേ പ്രൊവൈഡ് റോ മെറ്റീരിയൽസ് ഇൻ കേസ് ഓഫ് ജനറ്റിക്സ് ആൻഡ് സെറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ദ കേസ് ഓഫ് വൺ ഹെൽത്ത് for development, prenatal development, brain maturation, puberty, menopause, facial expression and change in cardiovascular functioning, diet and exercises are some examples of biological forces. Biological force എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജനറ്റിക്കും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്തുള്ള ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ആകുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് റോ മെറ്റീരിയൽസ് ആണ് ഇൻ കേസ് ഓഫ് ജനറ്റിക്സ് ആൻഡ് സെറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ദ കേസ് ഓഫ് വൺ ഹെൽത്ത്. അതായത് നമ്മുടെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ ജനറ്റിക്സിനും വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്. സോ പ്രീനാറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ളത്, നമ്മൾ മദറിൻ്റെ ഗർഭാശയത്തിലാകുന്ന സമയത്ത്, അതാണ് പ്രീനാറ്റൽ പീരീഡ്. ഗർഭകാല ശിശുവിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പ്രീനാറ്റൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ ബ്രെയിൻ മെച്ചുറേഷൻ, നമ്മുടെ ബ്രെയിനിൽ വരുന്ന മെച്ചുറേഷൻ, നമ്മുടെ പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത്. അതുപോലെ മെനോപൗസ്, അത് 50 വയസ്സുകളിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ് മെനോപൗസ്. ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതുപോലെ ചേഞ്ച് ഇൻ കാർഡിയോവാസ്കുലാർ ഫംഗ്ഷനിങ്ങും മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ എല്ലാം നമുക്ക് മാറ്റങ്ങൾ വിധേയമാകുന്നുണ്ട്. ഓരോ ടൈമിനനുസരിച്ചും അത് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഡയറ്റ്, അതുപോലെ നമ്മുടെ എക്സസൈസസ് ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് ബയോളജിക്കൽ ഫോഴ്സസ്. ഇതെല്ലാം നമ്മുടെ ബയോളജിക്കൽ ഫോഴ്സസ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമതാണ് സൈക്കോളജിക്കൽ ഫോഴ്സസ്.
സൈക്കോളജിക്കൽ ഫോഴ്സ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ പെർസെപ്ച്വൽ, cognitive, emotional and personality factors that affect the development of a child. Intelligence, self-confidence, honesty and self-esteem are examples of psychological factors. Psychological factors എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഇന്റേണൽ പെർസെപ്ഷൻ ആണ്, നമ്മുടെ ഉള്ളിലുള്ള പെർസെപ്ഷൻ. അതുപോലെ നമ്മുടെ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതികൾ, അതുപോലെ ഇമോഷൻസ്, നമ്മുടെ ഇമോഷണലി ഉള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. അതുപോലെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒരു ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഇൻ്റലിജൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഹോണസ്റ്റി, സത്യസന്ധത, അതുപോലെ സെൽഫ് എസ്റ്റീം ആർ എക്സാമ്പിൾസ് ഓഫ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അടുത്തതാണ് സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ്. എന്തൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ ഫോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് ഇന്റർപേഴ്സണൽ, സൊസൈറ്റൽ, കൾച്ചറൽ, എത്തിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. ഒരു ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ സൊസൈറ്റലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറലായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, അല്ലെങ്കിൽ എത്തിക്കൽ ഫാക്ടേഴ്സ്, എത്തിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്. അതുപോലെ ഇതെല്ലാം എങ്ങനെയാണ് ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ഹൗ പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് എൻവയോൺമെൻറ്റിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. സോ ദ ഫാമിലി, പിയർ ഗ്രൂപ്പ്സ്, ഫാമിലിയും പിയർ ഗ്രൂപ്പ്സൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഫാമിലിയിൽ നിന്നുള്ള ഓരോ മെമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മദർ, നമ്മുടെ ഫാദർ, നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സ്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ സെയിം ഏജസ് ഉള്ള, നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ളവരാണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പ്രായത്തിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യും? പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാവാറുണ്ട്. നമ്മളൊരു 5 വയസ്സിൽ, 6 വയസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ 10 വയസ്സിൽ, 15 വയസ്സിൽ, ഇതൊക്കെ നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ നമ്മുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം, നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, ഇതൊക്കെ നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് ആണ്. സോ കോവർക്കേഴ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, റിലീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ദ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ കൾച്ചറലി നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ഡെവലപ്മെൻറ്റിൽ, അല്ലേ? സോ പോവർട്ടി ഈസ് എക്സാമ്പിൾ ഫോർ സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ്. സോഷ്യോ കൾച്ചറൽ ഫോഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പോവർട്ടി പറയാം. നമ്മുടെ ദാരിദ്ര്യം എന്ത് ചെയ്യും? നമ്മുടെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. പോവർട്ടി നമ്മുടെ പേഴ്സണാലിറ്റീനെ ചേഞ്ച് ആക്കും, നമ്മുടെ ആവശ്യകതകളെ ചേഞ്ച് ആക്കും. നമ്മൾ റിച്ചസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു പുവർ പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ പോവർട്ടി എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ള ചിന്തയായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. സോ നമ്മുടെ പേഴ്സണാലിറ്റീനെയും നമ്മുടെ ഇൻറ്ററാക്ഷനെയും നമ്മുടെ ഓരോ വളർച്ചയെയും നമ്മുടെ പോവർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യോ കൾച്ചറൽ ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ അടുത്തതാണ് ലൈഫ് സൈക്കിൾ ഫോഴ്സസ്. ലൈഫ് സൈക്കിൾ ഫോഴ്സ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ലൈഫ് സൈക്കിൾ ഫോഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഡിഫറൻസസ് ഇൻ ഹൗ ദ സെയിം ഇവൻറ്റ് എഫക്ട്സ് ദ people of different ages. Each individual is a product of a unique combination of these forces. No two individual even in the same family experience these forces in the same way. ലൈഫ് സൈക്കിൾ ഫോഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ ഹൗ ദ സെയിം ഇവൻറ്റ്, ഒരു സെയിം ഇവൻറ്റ് തന്നെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഓരോ ഏജസിലുള്ള പീപ്പിൾസിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഓരോ ഇൻഡിവിജ്വലും എന്ത് ചെയ്യും? ഓരോ പ്രോഡക്റ്റ് ഓഫ് യുണീക്ക് കോമ്പിനേഷനാണ്. ഓരോ ഇൻഡിവിജ്വലും എന്താണ്? യുണീക്ക് പേഴ്സണാലിറ്റികളാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ലൈഫ് സൈക്കിൾ എഫക്റ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. നോ ടു ഇൻഡിവിജ്വൽ ഈവൻ ഇൻ ദ സെയിം ഫാമിലി എക്സ്പീരിയൻസസ് ദീസ് ഫോഴ്സസ് ഇൻ ദ സെയിം വേ. ഒരു ഫാമിലിയിലുള്ള 2 മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു 4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 4 പേരും വ്യത്യസ്ത രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു ലൈഫ് സൈക്കിളിനകത്ത് അവർക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്കൊരു കാര്യം തന്നെ 4 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 വ്യത്യസ്ത രീതിയിലാണ് ഇത് പെർസീവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആവുക, അവരുടെ ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുക. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്: ബയോളജിക്കൽ ഫോഴ്സസ്, സൈക്കോളജിക്കൽ ഫോഴ്സസ്, സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ് ആൻഡ് ലൈഫ് സൈക്കിൾ ഫോഴ്സസ്. ഓക്കെ, ഈ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്ത് ഏതൊക്കെ ഫോഴ്സുകളാണ് ഇൻ്ററാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു കാര്യമാണ് എഴുതേണ്ടത്: ബയോളജിക്കൽ ഫോഴ്സസ്, സൈക്കോളജിക്കൽ ഫോഴ്സസ്, സോഷ്യോ കൾച്ചറൽ ഫോഴ്സസ് ആൻഡ് ലൈഫ് സൈക്കിൾ ഫോഴ്സസ്. ഓക്കെ, ഇനി എന്തൊക്കെ ഇഷ്യൂസ് ആണ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്തുള്ളത് എന്നുള്ളത് നോക്കാം. ലൈഫ് ഇഷ്യൂസ് ആർ കോമൺ പ്രോബ്ലംസ്, ഇഷ്യൂസ് ആൻഡ് ഓർ ക്രൈസിസ് ദാറ്റ് ഹാപ്പൻ ടു നോർമൽ പീപ്പിൾ ലിവിങ് നോർമൽ ലീവ്സ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് മാനേജിങ് വൺസ് റിലേഷൻഷിപ്സ് സോ ദാറ്റ് ദേ ആർ ഹെൽത്തി ആൻഡ് ഫങ്ഷണൽ, സർവൈവിംഗ് ഡിസബിലിറ്റീസ്, കോപ്പിംഗ് വിത്ത് ഗ്രീഫ്, ലോസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇഷ്യൂസ്. എ നമ്പർ ഓഫ് മേജർ ഇഷ്യൂസ് ഹാവ് എമേർജ്ഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. These issues includes the following: is development due more to genetics or environment? Does development occur slowly and smoothly, or do changes happen in stages? Do early childhood experience have the greatest impact on development, or are later events equally important? അതായത് ലൈഫ് ഇഷ്യൂസ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇഷ്യൂസ് അല്ലെങ്കിൽ ക്രൈസിസ് ഒക്കെ ആയിരിക്കാം. നമ്മുടെ നോർമൽ പീപ്പിളിനകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെ ഹെൽത്തി ആയിട്ടും ഫങ്ഷണലായിട്ടും സർവൈവ് ചെയ്യണം, നമുക്ക് ഡിസബിലിറ്റീസ് എല്ലാം സർവൈവ് ചെയ്യണം, നമ്മുടെ ദുഃഖത്തെ നമ്മൾ എങ്ങനെ കോപ്പ് ചെയ്യുന്നു, അതായത്
ദുഃഖത്തെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു, അതുപോലെ നമ്മുടെ സെൽഫ് എസ്റ്റീം ലോസ് ചെയ്യാതെ എങ്ങനെ നോക്കണം, അതെല്ലാം ഒരു ഇഷ്യൂസാണ്. സോ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള ഇഷ്യൂസ് ആണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ഡെവലപ്മെൻറ്റ് ജനറ്റിക്കലി മാത്രമുള്ളതാണോ അതോ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പതുക്കെയാണോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചേഞ്ചസ് ഘട്ടം ഘട്ടമായിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ എക്സ്പീരിയൻസ് നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ഇമ്പാക്റ്റ് ആകുന്നുണ്ടോ നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്ത് ഒന്നാമത്തത്. The question of whether development is solely and eventually continuous or whether it is marked by age-specific periods. Development psychologists who advocate the continuous model describe development as a relatively smooth process without sharp or distinct stages through which an individual must pass. That is, development is conceived of as a process of a gradual accumulation of a behavior. Development കൺസീവ് ചെയ്യുന്നത് ഒരു പ്രോസസ് ഓഫ് ഗ്രാജുവലി അക്യുമുലേറ്റ് ചെയ്യുന്നതാണെന്നാണ്. നമ്മുടെ ഒരു ഗ്രാജുവലി പതുക്കെയാണ് നമ്മുടെ ബിഹേവിയറിൽ ഇത് അക്യുമുലേറ്റ് ആവുന്നത് എന്നുള്ളതാണ്, നമ്മുടെ സ്കിൽ അതുപോലെ നമ്മുടെ നോളജ് എല്ലാം. സോ ഇൻ കോൺട്രാസ്റ്റ്, those who hold the second view would suggest that developmental changes is best characterized as a discontinuous nature. ഇതിനകത്ത് രണ്ടാമത്തെ വ്യൂവിലുള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നാച്ചർ ആണെന്നുള്ളതാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല നടക്കുന്നത്, ഒരേപോലെ ഒരു ഗ്രാജുവൽ അക്യുമുലേഷൻ ആയിട്ടല്ല നടക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യൂവിൽ പറയുന്നത്. സോ ദേ ഡിസ്ക്രൈബ് ഡെവലപ്മെൻറ്റ് ആസ് എ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് സ്റ്റേജസ്. അതായത് ഒരു സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് സ്റ്റേജസ് ആയിട്ടാണെന്നുള്ളതാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഓരോ ഇൻഡിവിജ്വലും ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്താണോ നടക്കുന്നത് എന്നുള്ളത്, പാസ്റ്റിൽ നടന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ചൈൽഡ് മാസ്റ്റർ ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്സ് ആ ഒരു പീരീഡിനകത്ത് എങ്ങനെയാണ് ആ ടാസ്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത്, ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ആ ഒരു കുട്ടി കടന്നു പോകുന്നത് എന്നൊക്കെയാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് വരുന്നത്. സോ ദീസ് തിയറീസ് സജസ്റ്റ് ദാറ്റ് ബിഹേവിയറോ സ്കില്ലോ ചേഞ്ച് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ്ലി അക്രോസ് ടൈം. സോ ദാറ്റ്സ് എ ന്യൂ ഓർഗനൈസേഷൻ of behaviors, skills or knowledge emerge in a rather abrupt or the discrete fashion. ഈ തിയറിസ്റ്റുകൾ പറയുന്നതാണ് ബിഹേവിയേഴ്സോ അല്ലെങ്കിൽ സ്കിൽസോ ചേഞ്ച് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ്ലി ആണ്, ഓരോ ടൈമിനനുസരിച്ചും ക്വാളിറ്റേറ്റീവ്ലി ആണ് ചേഞ്ചസ് വരുന്നത്. അതുപോലെ തന്നെ പുതിയ ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയേഴ്സ്, സ്കിൽസ്, നോളജ് ഇതെല്ലാം വരുന്നത് നമ്മൾ അബ്രപ്റ്റ് ചെയ്യാണ്, ഡിസ്ക്രീറ്റ് ഫാഷനായിട്ട് നമ്മൾ അബ്രപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ രണ്ടാമത്തേതാണ് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്. സ്റ്റെബിലിറ്റിയും ചേഞ്ചും എന്താണെന്നുള്ളത് നോക്കാം. Another issue which is important to developmental psychologists is that the issue of stability versus change. അതായത് നമ്മുടെ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ ഡെവലപ്മെൻറ്റ് ഈസ് ബെസ്റ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റെബിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഡസ് എ ബിഹേവിയർ ഓർ ട്രേറ്റ് സച്ച് ആസ് ഷൈനസ് സ്റ്റേ സ്റ്റേബിൾ ഇൻ ഇറ്റ്സ് എക്സ്പ്രഷൻ ഓവർ ടൈം ഓർ ചേഞ്ച്. ഈ ബിഹേവിയറോ അല്ലെങ്കിൽ നമ്മുടെ ട്രേറ്റോ, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ട്രേറ്റ് ഉണ്ടാവും. സോ സച്ച് ആസ് ഷൈനസ്, നമ്മുടെ ഷൈനസ് എന്ന് പറഞ്ഞാൽ നാണം, അത് സ്റ്റേബിളായിട്ട് തന്നെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഓവർ ടൈം ഓർ ചേഞ്ച്, അത് നമ്മുടെ ഓരോ സമയത്തിനനുസരിച്ചും അത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ചില കുട്ടികൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷൈനസ് നന്നായിട്ടുണ്ടാവും. സോ ആ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് അത് പീരിയോഡിക്കലി ടൈമിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അത് മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. ടു സൈറ്റ് എൻ എക്സാമ്പിൾ, കുഡ് എ പേഴ്സൺസ് ഡിഗ്രി ഓഫ് ഷൈനസ് ഫ്ലക്ച്വേറ്റ് അക്രോസ് ദ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാനനുസരിച്ച് ആ ഒരു ഡിഗ്രി ഓഫ് ഷൈനസ് എന്ത് ചെയ്യും, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ലേ എന്നുള്ളതാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സോ ഷൈനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടൈമിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് നാച്ചർ വേഴ്സസ് നേർച്ചർ. Whether the behavior ultimately developed by the child is due to hereditary factors or environmental factors. ഒരു ചൈൽഡിൻ്റെ ബിഹേവിയർ അൾട്ടിമേറ്റ്ലി ഡെവലപ്പ് ചെയ്യുന്നത് ഹെറിഡിറ്ററി ആയിട്ടാണോ, അതായത് പാരമ്പര്യമായിട്ടാണോ, അതിൻ്റെ പാരമ്പര്യ ഫാക്ടേഴ്സ് ആണോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ആണോ അതിനെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു സൈക്കോളജിസ്റ്റ്. ഇതൊരു സൈക്കോളജിസ്റ്റിൻ്റെ അകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ്. So the debate over the relative contributions of the inheritance and the environment is one of the oldest issues in both philosophy and psychology. ഈ ഒരു ഡിബേറ്റ് കൺസേൺ ചെയ്യുന്നത് റിലേറ്റീവ് ഡിഗ്രി ടു വിച്ച് ഹെറിഡിറ്ററി ആൻഡ് ലേണിംഗ് എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. സോ ബോത്ത് ജനറ്റിക് ട്രേറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ സർക്കംസ്റ്റൻസസ് ആർ ഇൻവോൾവ് ഇൻ ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജനറ്റിക്കൽ ട്രേറ്റ്സും അതുപോലെ എൻവയോൺമെൻറ്റൽ സർക്കംസ്റ്റൻസസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ ആൾദോ ദ എമൗണ്ട് ഓഫ് ഇൻഫ്ലുവൻസ് ദ ടു ഹാസ് ഈസ് നോട്ട് ക്ലിയർലി എവിഡൻറ്റ്. ഈ ഒരു എമൗണ്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടും ക്ലിയർലി എവിഡൻ്റ് അല്ല.
സോ ഇത് രണ്ടും ഒരേ കൗണ്ടിലല്ല ഒരു ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കൗണ്ടിലാണ്. സോ അത് ക്ലിയർലി എവിഡൻ്റ് അല്ല. ഇൻഫാക്ട് ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഹിസ് ഓർ ഹെർ സർക്കംസ്റ്റൻസസ് ഡിസൈഡഡ് ഹൗ മച്ച് ഓഫ് ദ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആൻഡ് ഹൗ മച്ച് ബൈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇൻഫാക്ട് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ അവൾക്കോ അവനോ അവരുടെ സർക്കംസ്റ്റൻസസ് ഡിസൈഡ് ചെയ്യുന്നുണ്ട് എത്രത്തോളമാണ് അവരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അവരുടെ ജനറ്റിക്കലി ഉള്ള ഹെറിഡിറ്ററി ഫാക്ടേഴ്സും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സർക്കംസ്റ്റൻസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിനും അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനും എന്നുള്ളതാണ്. ഈ ഒരു ടൈമിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ് ദാറ്റ് കോസസ് ഡെവലപ്മെൻറ്റ്. ഈ രണ്ട് ഫോഴ്സസ് തന്നെയാണ് ഈ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും. സോ സം ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഡിസ്റ്റിങ്ക്ട്ലി ബയോളജിക്കൽ. ചില ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ബയോളജിക്കലി മാത്രമുള്ളതാണ്. സച്ച് ആസ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്യൂബർട്ടി, നമ്മുടെ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് പ്യൂബർട്ടി, ഇതൊക്കെ നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് അല്ലേ. സോ ഹവർ ദ ഓൺസെറ്റ് ഓഫ് puberty can be affected by environmental factors such as diet and nutrition. അതുപോലെ നമുക്ക് ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി, അതായത് പ്രായപൂർത്തി എന്ത് ചെയ്യാം, നമുക്ക് എഫക്റ്റ് ചെയ്യാം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഡയറ്റ്, നമ്മുടെ ന്യൂട്രീഷൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതിനെ എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മൾ എത്രത്തോളം വൈറ്റമിൻ കണ്ടന്റുള്ള ഫുഡ് അകത്തേക്ക് കൊടുക്കുന്നോ അതിൻ്റെ കണ്ടൻറ്റൊക്കെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതിനകത്ത് 3 രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടുമുള്ള ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്ത് ഒന്നാമതായിരുന്നു കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി, രണ്ടാമതായിരുന്നു സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്, മൂന്നാമതായിരുന്നു നാച്ചർ വേഴ്സസ് നർച്ചർ. സോ ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. സോ നമ്മുടെ ക്ലാസ് അധികം എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കണ്ടന്റ് അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. സോ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.